എന്നോട് നിലക്ക് നിൽക്കാൻ പറയാൻ എൻ്റെ കെട്ടുവനാരടി? എന്താ എന്താ പറഞ്ഞേ? എന്നോട് നിലക്ക് നിൽക്കാൻ ദിനു പറഞ്ഞെന്നോ? ആ. അത് കേട്ട് കാക്കു എൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ കാക്കുവിൻ്റെയും. നിക്ക്, നീ ഡീറ്റെയിൽ ആയിട്ട് പറ. ഇന്ന് കിച്ചണിൽ ഇവൾക്ക് കഞ്ഞി ഉണ്ടാക്കാൻ വന്നിയായിരുന്നു. അപ്പോൾ എന്നോട് പറയാം, ഇത്രയും കാലം ഞാൻ ഇവളെ ഭരിച്ചതും വഴക്ക് പറഞ്ഞതൊക്കെ മതി. ഇനി ഇവളെ വല്ലതും പറയാൻ തോന്നുമ്പോൾ എൻ്റെ അനിയത്തി എന്നതിലുപരി ഈദിൻ മുബാറക്കിൻ്റെ ഭാര്യയാണെന്ന് കൂടി ഓർത്തോളാൻ. അവൻ ഇവളെ ആരൊന്നും പറയുന്നത് ഇഷ്ടമല്ല. ഇനി അവൻ കേട്ടാൽ സിസ്റ്റർ ഇൻ ലോ ആണെന്നൊന്നും നോക്കില്ല. അവൻ്റെ സ്വഭാവം അവന് തന്നെ ഇഷ്ടമല്ല എന്ന്. അതുകൊണ്ട് എന്നോട് നിലയ്ക്ക് നിന്നോളാൻ. അത് കേട്ട് നമ്മൾ കണ്ണും തള്ളി നിന്ന. അയ്യോ, ഇപ്പം ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടേൽ കയറി വീസിലടിച്ചേനെ. എനിക്കിപ്പോൾ കാലുവിനെ കാണണം. നീ പറഞ്ഞു വിട്ടതാവൂലേ അവനെ? അവനോട് പറഞ്ഞേക്ക് ഈ ഇഷാനെ നിലക്ക് നിർത്താൻ വരണ്ട എന്നാ. ഇത് നിനക്ക് അവനോട് നേരിട്ട് പറഞ്ഞൂടെ കാക്കു? അത് കേട്ടതും നമ്മൾ വായും പൊത്തി പിടിച്ച് ചിരിച്ചു. അത് കണ്ട് താത്തു എന്നെ നോക്കി കണ്ണുരുട്ടി. അവളൊന്ന് പതറിക്കൊണ്ട് ഞാനെന്തിനാ അവനോട് പറയുന്നേ? അവനാരാ? എനിക്കവനെ ഒരു പേടിയുമില്ല. അതിന് നിനക്കവനെ പേടിയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പോൾ നിനക്ക് പേടിയുണ്ടല്ലേ? അത് കേട്ടപ്പോൾ ഓളെ മുഖം വല്ലാത്ത ഭാവത്തിലായി. അപ്പോൾ കാര്യമായിട്ട് കാല് പേടിപ്പിച്ചിക്കണ. എനിക്കാരെയും ഒരു പേടിയുമില്ല. അതും പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോയതും നമ്മളും കാക്കവും പൊരിഞ്ഞ ചിരിയായിരുന്നു. എന്നാലും തമ്പുരാനെ, കാലിപ്പോൾ താത്തോനോട് അങ്ങനെ പറയാൻ എന്താവും കാര്യം? അവൾ കയറി ചൊറിഞ്ഞു കാണും, അവൻ കയറി മാന്തി, അത്രയേ ഉള്ളൂ. എന്തായാലും അവളിനി ഒന്ന് ഒതുങ്ങിക്കോളും. നീ കിടന്നോ? നമ്മൾ തലയാട്ടി കിടന്ന. മനസ്സിൽ മൊത്തം കാലു താത്തോനോട് പറഞ്ഞ വാക്കുകളായിരുന്നു. എന്തോ വല്ലാത്തൊരു ഫീൽ. ഡി, എൻ്റെ കയ്യും കാലും വിറക്കുന്ന. അബി, മിണ്ടാതിരിക്കടി പിശാശേ. മനുഷ്യൻ ഒരു വിധത്തിൽ എവിടെ പിടിച്ചു നിൽക്കുന്നേ? അല്ല പിന്നെ, കുറേ നേരായി കുരിപ്പ് നിന്ന് പേടിപ്പിക്കുന്ന. രാവിലെ നിൽക്കൽ തുടങ്ങിയതാ. പെട്ടിയും കിടക്കെടുത്ത് ഞങ്ങൾ രണ്ടെണ്ണം. കുറച്ച് കഴിഞ്ഞപ്പോൾ കാക്കു വന്ന. പിന്നെ ഉപ്പുപ്പയും ഉമ്മുമ്മയും കൂടി മൂപ്പരെ സൽക്കരിക്കലായി. ഉപ്പാടി തറവാടാണിത്. ഉപ്പാക്കൊരു ഏട്ടനും അനിയത്തിയുമാണ്. മൂത്താപ്പക്ക് 2 മക്കൾ, 2 പെണ്ണാണ്. 2ൻ്റെയും മാരേജ് കഴിഞ്ഞ. മാമിക്ക് 2 സന്തതിയാണ്, ഒരു പെണ്ണും ഒരാണും. പെണ്ണിവിടെയല്ല, അങ്ങ് ബാംഗ്ലൂർ ഡോക്ടറാവാൻ പഠിക്കുക. ആൺകുട്ടി ചെറുതാണ്, 10th. മാമിയും മാമനുമൊക്കെ തറവാട്ടിലാ താമസം. മാമിക്കും മൂത്തമ്മക്കുമൊന്നും കാക്കുന് ഇഷ്ടമല്ല. ഇഷ്ടമല്ല എന്നല്ല, പേടിയാണ്. എന്നാലും കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണിന് ഇതുവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലല്ലോ മൂത്തുമ്മ. അതെങ്ങനെ താത്ത? പെണ്ണുങ്ങളെ നേരെയാവണം. അവള് പറഞ്ഞു കാണും പോണ്ട എന്ന്. മാമി, 2നും മിക്കവാറും കാക്കുൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. മാമി പറഞ്ഞത് ശരിയാ, ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞതാ. പക്ഷേ അവളല്ല, ഞാനാ പറഞ്ഞേ. അവൾക്ക് ബാഡ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന ആരുമായും കമ്പനി വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചതാ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ 2 പേർക്കും? ഇതിനാണോ ചോദിച്ചു വാങ്ങാന്ന് പറയാ? നമ്മളും ഹൊബിയും ഉമ്മയും ചിരിയടിച്ച് പിടിച്ചു നിന്ന്. ബാക്കി ആർക്കും അത് വലിയ ഇഷ്ടായില്ല. എന്നാ ഞങ്ങൾ ഇറങ്ങാം കാക്കു. ഈ 2 വാശി പിടിച്ചിട്ടാ. കുറച്ച് ദിവസം കൂടി നിന്നാൽ എന്താ 2നും? ബാഡ് ഇൻഫ്ലുവൻസ് ബാബിക്ക് മാത്രമല്ല ഞങ്ങൾക്കുമുണ്ട് അല്ലേ കാക്കു? അപ്പോൾ കാക്കുന്ന് ചിരിച്ച് ഞങ്ങളുടെ ബാഗെടുത്ത് വണ്ടിയിൽ വെച്ച്. ഉപ്പാടെ മോന്ത കടന്നൽ കുത്തിയ പോലെ അയക്കണ. മൂപ്പരെ പെങ്ങളെ പറഞ്ഞത് പിടിച്ചു കാണൂല. എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ കയറി. നമ്മൾ ഫ്രണ്ടിൽ കയറി ഇരുന്നതും കാക്കു വണ്ടിയെടുത്ത്. ഇനി പറ, എന്താ നിങ്ങൾക്ക് 2 എന്നോട് പറയാനുള്ളത്? പടച്ചോനെ, ഇപ്പം എന്തൊരു ശാന്തത. ഒക്കെ കേട്ട് കഴിയുമ്പോൾ എന്തോ. നമ്മൾ ഉമ്മനീരിറക്കി കാക്കുനെ നോക്കി. അബിയാണേ ബാക്കിൽ നിന്ന് പറ എന്ന് പറയുന്നുണ്ട്. അത് കാക്കു, അത് പിന്നെ. അപ്പോൾ കാക്കു തലചരിച്ച് തന്നെ നോക്കി. നമ്മൾ കാക്കുനെ തന്നെ നോക്കിയിരുന്നതും ഒന്നും മിണ്ടാതെ നേരെ നോക്കി വണ്ടി ഓടിച്ചു. നമ്മളെ നൈസായിട്ട് അബീനെ നോക്കി. അവള് പേടിച്ച് വിറച്ചിരിക്കുന്നുണ്ട്. ഒരാളൊഴിഞ്ഞ സ്ഥലത്ത് വണ്ടി നിർത്തി സീറ്റ് ബെൽറ്റ് ഊരി കാക്കുവിൻ്റെ നേർക്കിരുന്ന്. പറ, എന്താ പ്രോബ്ലം? അത് പിന്നെ. ആരെ ബാധിക്കുന്നതാ? അപ്പോൾ നമ്മളെ അബീനെ ചൂണ്ടിക്കാണിച്ചു. ഹാരിസ്? അവനെന്താ ചെയ്തേ? അത് കാക്കു. അബി പറ. ദോ കയറുന്ന കലിപ്പ് കയറുന്ന. അബി ഫോണെടുത്ത് കാക്കുൻ്റെ നേർക്ക് നീട്ടി. കുറച്ച് ദിവസമായിട്ട് ഹാരിക്ക് അവളോട് നമ്മളെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് തന്നെയാണ് ചോദിച്ചേ. എത്രയുണ്ട്, ഏതൊക്കെ, അങ്ങനെയൊക്കെ.
പിന്നെ ഒരു ദിവസം പറഞ്ഞു, ഹാരിക്കയുമായുള്ള മാരേജ് നടക്കണമെങ്കിൽ ഇവൾക്ക് അവകാശപ്പെട്ട പ്രോപ്പർട്ടി മാരേജ് ടൈമിൽ ഹാരിക്കയുടെ പേരിലാക്കിയ ഡോക്യുമെന്റ്സ് കാണിച്ചാലേ ഈ മാരേജ് നടക്കൂ എന്ന്. അല്ലെങ്കിൽ ഇവളും ഇവളുടെ എക്സ് ലവർ തമ്മിലുള്ള കുറച്ച് എഡിറ്റ് ചെയ്ത പിക്സ് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുമെന്ന് പറഞ്ഞു. നമ്മൾ അത്രയും പറഞ്ഞു നിർത്തിയതും ഫോണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാക്കുൻ്റെ മുഖം വലിഞ്ഞു മുറുകാൻ തുടങ്ങി. അയ്യോ, ആരെങ്കിലും ഓടി വരണേ, എന്നെ രക്ഷിക്കണേ. നമ്മളെ ദയനീയമായി അബീനെ നോക്കി. ഞാൻ ഈ കാര്യം ഇവളോട് പറഞ്ഞപ്പോൾ ഇത് നമുക്ക് തന്നെ സോൾവ് ചെയ്യാമെന്ന് ഇവൾ പറഞ്ഞു. ഞങ്ങൾ ഹാരിക്കാനെ കാണാൻ പോയി. പക്ഷേ മൂപ്പരും ഉപ്പയും വല്ലാണ്ട് ഹാർഷായിട്ടാണ് ബിഹേവ് ചെയ്തേ. ഇവളോട് മോശമായി സംസാരിക്കുകയും ചെയ്ത്. അബി, എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? അത് കാക്കുനെ വെറുതെ ടെൻഷൻ എടുപ്പിക്കണ്ട വിചാരിച്ച്. നമ്മൾ വിക്കി പറഞ്ഞതും കാക്കൊരു നോട്ടായിരുന്നു. ദേ പൊട്ടി കണ്ണീർ പൊട്ടി. ഞാൻ ഇപ്പോൾ കരഞ്ഞലമ്പാക്കും. കാക്കു ദേഷ്യം കൊണ്ട് സ്റ്റിയറിങ്ങിലടിച്ച് ഞങ്ങൾ രണ്ടാളും ഞെട്ടിവിറച്ച് നിന്നതും ഞങ്ങളെ രണ്ടിനെയും ഒന്ന് നോക്കി. അതേ ദേഷ്യത്തിൽ സീറ്റ് ബെൽറ്റ് ഇട്ട് വണ്ടിയെടുത്ത് 10 മിനിറ്റ് കൊണ്ട് ഹാരിക്കയുടെ വീടിൻ്റെ മുന്നിലെത്തി. ഇറങ്ങ്. ഞങ്ങൾ ഇറങ്ങിയതും കാക്കു മുന്നിൽ കയറി ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു. ഞാനും അബിയും 2 കൈയും കോർത്ത് പിടിച്ച് പേടിച്ച് വിറച്ച് നിന്ന്. ഹാരിക്കയുടെ ഉമ്മ ഡോറ് തുറന്നതും ഞങ്ങളെ കണ്ട് ഞെട്ടി. മക്കള് വായോ. ഹാരി എവിടെ? അകത്തുണ്ട്, മോൻ വാ. അകത്ത് കയറിയതും കോരയുടെ ഉപ്പയും ആ കോരിയും ഇറങ്ങി വന്ന്. ആരാ ഇത്? എന്താ ഇതിൻ പെട്ടെന്ന്? ഒരൊറ്റ ചവിട്ടായിരുന്നു ദോ കിടക്കുന്ന നിലത്ത്. വാവ്, സബാഷ്. ഡാ കോരിക്ക ഫാദർ. ഒരു നോട്ടം മതി എല്ലാരും പേടിച്ച് നിൽക്കാൻ. ദോ പോണേ കോരിയുടെ ഉപ്പ ബാക്കിലേക്ക്. കാക്കു ചെന്ന് ആ കോരിനെ പൊക്കിയെടുത്തോണ്ട് അവൻ്റെ മൂക്കിലിട്ടൊന്ന് കൊടുത്ത്. പൈപ്പ് തുറന്ന പോലെ ചോര വരണത് കണ്ട. അവനെ പിടിച്ചു പൊക്കി അവിടെയുള്ള ടീപ്പോയുടെ മേലേക്കിട്ട്. ടീപ്പോയി ബ്രേക്കിൻ്റെ പീസ്. പുഞ്ഞാരം മോനെ, നിന്റെ സ്വഭാവം ശരിക്കും അറിഞ്ഞു വെച്ചിട്ട് തന്നെയാടാ ആദ്യം ഈ പ്രൊപ്പോസൽ വന്നപ്പോൾ ഞാൻ എതിർത്തേ. എന്നിട്ട് എൻ്റെ ഉപ്പാൻ്റെ കാല് പിടിച്ച് ഇത് ഓക്കെ ആക്കിയപ്പോൾ നീ ഒരു കാര്യം മറന്ന്, അവർക്കൊരു ആങ്ങളിയുണ്ടെന്ന്. എൻ്റെ ഉപ്പ കാരണമാണ് നിന്റെ മെഹറിന് എൻ്റെ പെങ്ങളെ കഴുത്തിൽ കിടക്കുന്നേ. അബി ഇവിടെ വാ. അബി അനുസരിച്ച് ചെന്നതും അവളെ കഴുത്തിൽ നിന്ന് മഹറൂതി അവൻ്റെ മോന്തക്കെറിഞ്ഞ. ഇന്നത്തോടെ നീയും ഇവളും തമ്മിലുള്ള സകല ബന്ധവും തീർന്ന്. അധികം വൈകാതെ ഡിവോഴ്സ് നോട്ടീസ് വരും. മര്യാദയ്ക്ക് ഒപ്പിട്ടേക്കണം. തലക്കിനും റെഡിയായിക്കോ. കാക്കു അബിയുടെ കയ്യും പിടിച്ച് ആ കോരയുടെ ഉപ്പാടെ അടുത്തേക്ക് ചെന്ന. എൻ്റെ പെങ്ങളെ മാരേജ് മാത്രമേ ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലാതെ ബിസിനസ് ഡീലിനുള്ള മീഡിയമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രായത്തിൽ മൂത്തതായി എല്ലാം താൻ ഇവരോട് പെരുമാറിയ രീതിക്ക് കൊന്നുകളഞ്ഞേനെ. കാക്കു എന്നെയും കൂട്ടി നടന്ന് ഡോറിൻ്റെ അവിടെ എത്തി. നിനക്ക് പറ്റുവച്ചാൽ ഇവളെ ഫോട്ടോസ് ഒന്ന് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും, ബാക്കി ഞാൻ അപ്പോൾ തരാം. തിരിഞ്ഞു നോക്കാതെ അത്രയും പറഞ്ഞുകൊണ്ട് കാക്കു വണ്ടിയിൽ കയറി ഇരുന്നതും ഞങ്ങളും വണ്ടിയിൽ കയറി ഇരുന്നു. വണ്ടി നേരെ പോയത് ബാബിയുടെ വീട്ടിലേക്കാണ്. ഞങ്ങളെ അവിടെയാക്കി കാക്കു വണ്ടിയെടുത്തൊരു പോക്കായിരുന്നു. ഞങ്ങൾ രണ്ടാളും പതിയെ അങ്ങോട്ട് കയറി. ഡോറ് തുറന്നു കിടക്കുന്നുണ്ട്. നമ്മൾ അകത്തേക്ക് കാൽ വെച്ചും ദോ പോണ് നിലത്തേക്ക്. ഉമ്മച്ചിയെ, ഞാൻ ചമ്മന്തിയായി. നമ്മൾ കണ്ണ് രണ്ടും തുറന്നു നോക്കിയപ്പോൾ ഫസ്റ്റ് കണ്ടത് 2 കണ്ണാണ്. ഇതാരുടെ കണ്ണാ? ഇത് ബാബിയുടെ കാക്കു അല്ലേ? അങ്ങേര് വേഗം കൊട്ടിപ്പിടഞ്ഞെണീറ്റ് നമ്മളെ അഭിപിടിച്ച് പൊക്കി. ഡാ കാലമാടാ, മര്യാദയ്ക്ക് എൻ്റെ ചിപ്സ് താടാ. അതും പറഞ്ഞുകൊണ്ട് ചൂലേറ്റ് വന്നാൾ ഞങ്ങളെ കണ്ട് ബ്രേക്ക് പിടിച്ചതാ. പക്ഷെ കിട്ടിയില്ല. ദോ നമ്മളെ നേർക്ക് വീണ. അബി ആദ്യം വീണ്, അതിൻ്റെ മുകളിലേക്ക് ഞാൻ, എൻ്റെ മുകളിലേക്ക് ബാബി. ഉമ്മാ, അബിയുടെ സൗണ്ടല്ലേ അത്? നമ്മൾ നിളകിയതും ബാബി നിലത്തേക്ക് വീണ. നമ്മളെ കൊട്ടി. നമ്മളെണീറ്റ് അബീനെ പിടിച്ച് പൊക്കി. നീയൊക്കെ എന്താ ഇവിടെ? നിലത്ത് കിടന്നുകൊണ്ടാണ് മൂപ്പത്തിയുടെ ചോദ്യം. കാക്കു തട്ടിയിട്ട് പോയതാ. അതിനിത് വേസ്റ്റ് ലാൻഡ് അല്ലല്ലോ, കച്ചറകൾ തട്ടാൻ. തമാശിച്ചതാ? യാ, കൊള്ളൂല. എൻ്റെ നിലവാരത്തിന് അതൊക്കെ മതി. നമ്മളെ മൂപ്പത്തിനെ നോക്കി പല്ലടിച്ചപ്പോണ് ബാബി സൈഡിലേക്ക് നോക്കിയത്. ഞങ്ങളും നോക്കിയപ്പോൾ ദോ ബാബിയുടെ കാക്കു ചിപ്സ് വായിലിട്ടുകൊണ്ട് ഞങ്ങളെ തന്നെ നോക്കിയിരുന്ന് തിന്നുന്നു. ഡാ കാലമാടാ, എൻ്റെ ചിപ്സ്. ഓ, ഈ സാധനം ഇത് മറന്നില്ലേ?
അതും പറഞ്ഞ് ഇജുക്കൊറ്റ ഓട്ടം, പിന്നാലെ ബാബിയും. ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ ബാബിയുടെ ഉപ്പ വന്ന് വർത്താനം പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോണ്ട് ബാബി ഞൊണ്ടി ഞൊണ്ടി വരുന്നു. എന്താടി പറ്റിയത്? നിങ്ങളെ 3 റൂമിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ വീണ്. അങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടിയ തീർന്നോന്. ഞങ്ങളെ 2 എണ്ണവും ചിരിയും കടിച്ചു പിടിച്ച് നിന്നതും ബാബി ഞങ്ങളെ നോക്കി കണ്ണൂരുട്ടി. ഉപ്പച്ചിയെ, നിങ്ങൾ കുറച്ച് വെണ്ണീർ ബാക്കി വെച്ചേക്ക്, ഇന്നിനോന് വെണ്ണീർ വിത്ത് തേൻ മതിയെന്ന പറഞ്ഞേ. അതും പറഞ്ഞുകൊണ്ട് ബാബിയുടെ കാക്കു ബാബിയുടെ അടുത്ത് വന്നിരുന്നു. ബാബി കാലൊഴിഞ്ഞുകൊണ്ട് ഇജുക്കാനെ കണ്ണൂരുട്ടി കാണിക്കുന്നുണ്ട്. ഇജുക്ക ബാബിയുടെ കാലൊഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് മൈൻഡ് ചെയ്യണ്ട, 5 മിനിറ്റ് കീരി പോകുമ്പോഴാണെങ്കിൽ 6ാമത്തെ മിനിറ്റ് അടയും ചക്കരയുമായിരിക്കും. മക്കളിരിക്ക്. ഉപ്പ, അല്ല നിങ്ങളുടെ കാക്കു എവിടെ? അപ്പോൾ ഇജുക്കയുടെ ഫോൺ ബെല്ലടിച്ച് മൂപ്പര് കോളെടുത്ത് ഹലോ പറഞ്ഞതും പെട്ടെന്ന് ഞെട്ടിയിട്ട് വാട്ടെന്ന് പറഞ്ഞു. എന്താ? അപ്പോൾ ഇജുക്ക ഫോൺ വെച്ചിട്ട് ബാബിനെ നോക്കി. ചക്കിക്കൊത്ത ചങ്കരൻ തന്നെ, നിന്റെ സംഘം കുടലും പാൽപ്പൊടിയാണെന്ന് പറഞ്ഞ് ഉറുമ്പ് പൊടി തിന്നിട്ട് വയറുവേദനയും ഛർദിയുമായി ഹോസ്പിറ്റലിലാണ്. റോണിയ വിളിച്ചേ. അയ്യോ എനിക്ക് വയ്യായേ. ആ കള്ളക്കിളവേ കുറച്ച് മുന്നേ എന്നെ വിളിച്ചിട്ട് പെണ്ണീറിൻ്റെ കാര്യം പറഞ്ഞ് കളിയാക്കി. ഭദ്രകളി. എനിക്കിനി ഓളെ കണ്ട് അതേ ചിരിച്ചിരിക്കണം. വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ആരും എവിടേക്കും പോണില്ല. പെട്ടെന്ന് അങ്ങനെ ഒരു സൗണ്ട് കേട്ടതും ഞങ്ങളെല്ലാവരും അങ്ങോട്ട് നോക്കി.